അപ്പം അവർക്ക് തന്നെ അറിയുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവരിലൂടെ കടന്നു പോകുന്നു. അത് ചെല്ല് ചെയ്യുന്ന ബ്ലാക്ക് മാജിക് ആയിരിക്കും. പക്ഷേ സ്വയം ഹീല് ചെയ്യുമ്പോൾ ഈ എനർജി അതുമേ കയറി വർക്ക് ചെയ്യും. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചില എനർജീസ് ചിലരുടെ ശരീരത്ത് കയറിക്കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യണമെന്നുള്ളൊരു അറ്റംപ്റ്റ് വരും. ആ എനർജി ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നു, നമ്മളിൽ ഏത് ചിന്ത എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടായിരിക്കാം ഫലം ലഭിക്കാത്തതെന്നുള്ളത്. എങ്ങനെയാണ് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത്? മൂത്ത കുട്ടിയായിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ താമസിച്ച് അത്രയും ഡിഫറൻസിൽ ഗർഭം ധരിച്ച കൊണ്ട് സംഭവിച്ച മാനസിക പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചു. ആ മാനസിക പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ച് സൈക്കോളജിക്കലായിട്ട് ഇത് നോക്കി, ആയില്ല, ഒന്നും മാറ്റങ്ങളില്ല. പൂജ മന്ത്രവിതന്ത്രങ്ങളെല്ലാം നോക്കി. ആ സമയത്തെല്ലാം ഇത് ചെയ്ത് അവിടെ വെച്ച് ഈ ബാധ വന്നിട്ടെല്ലാം സത്യം ചെയ്യും, ഞാനിനി മാറാമെന്ന് പറയും. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അത് തന്നെ കാണിക്കും. ഇവർക്ക് തന്നെ അറിയുന്നുണ്ട്, ഇവർക്ക് വരുന്ന ശ്വാസം മുട്ടലും അതും ഇതുമെല്ലാം ഈ വ്യക്തിക്ക് അറിയുന്നുണ്ട്. അവർക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. മനസ്സിലായി? അമ്മയോട് ഇത് ചെയ്യുന്നു, പല വിധത്തിലുള്ള കാര്യങ്ങൾ. ഒരു കണക്കിനായിട്ട് ഇത്. അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട്, സാറേ ഇത് വിശ്വസിക്കേണ്ട, ഇത് പിന്നെയും ഇത് ചെയ്യും, ആക്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആക്ട് ചെയ്യുമോയെന്ന് ഞാൻ ഇതിനെ പ്രകോപിപ്പിച്ചപ്പോൾ ഇത് ആക്ട് ചെയ്ത് വന്നു. പിന്നെ അവസാനം അതിനെ ഒരു കണക്കിന് തളച്ചു എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല അവർക്ക്, പക്ഷെ മാറ്റമുണ്ട്. അതിനുശേഷം വീട്ടിൽ കിടന്നുറങ്ങി ഇതാണെന്നൊക്കെ അവർ പറഞ്ഞു. മനസ്സിലായി? അപ്പം അവർക്ക് തന്നെ അറിയുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവരിലൂടെ കടന്നു പോകുന്നു. അത് ചെല്ല് ചെയ്യുന്ന ബ്ലാക്ക് മാജിക് ആയിരിക്കും. മനസ്സിലായി? അപ്പം പക്ഷേ ഇവർ അനുഭവിക്കുന്നു ഇതൊക്കെ. ഇത് മരുന്ന് കഴിച്ചാൽ മാറുന്നില്ല. അപ്പം രസം എന്ന് വെച്ചാൽ ഇവർ ചില ഈ ഇങ്ങനത്തെ ഹീലിംഗ് ഉണ്ടല്ലോ, ഇപ്പം ഏത് ഹീലിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇതിവർ പഠിച്ചു ഇവർ ഹീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ ഈ ഹീലിംഗ് പഠിക്കുമ്പോൾ ഇവർക്ക് സ്വയം ഹീൽ ചെയ്ത് ഇത് മാറ്റാന്നുള്ള വിശ്വാസത്തിലാണ് പഠിച്ചത്. പക്ഷേ സ്വയം ഹീൽ ചെയ്യുമ്പോൾ ഈ എനർജി അതുമേ കയറി വർക്ക് ചെയ്യും. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, തീർത്തും തളയ്ക്കുന്ന ഇത്. ചില എനർജീസ് ചിലരുടെ ശരീരത്ത് കയറിക്കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യണമെന്നുള്ളൊരു അറ്റംപ്റ്റ് വരും. എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്ത അത് തന്നെയായിരിക്കും ഈ സൂയിസൈഡ് ചെയ്യണമെന്നുള്ള തലത്തിലേക്ക് വരുന്നത്. അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഈ ഇടയ്ക്ക് പറഞ്ഞാണ് അവരുടെ സഹോദരൻ മരണപ്പെട്ടു. ഈ സഹോദരൻ മരണപ്പെടുമ്പോൾ ഇദ്ദേഹം പല പണിക്ക് പോകുന്ന ഒരാളാണ്. കുറച്ച് വർഷങ്ങളായി മരണപ്പെട്ടിട്ട്, 10 വർഷത്തോളമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു സ്ഥലത്ത് പഴയ വീട് ക്ലീൻ ചെയ്യാൻ പോയത്. അവിടെ ഇതൊന്നും ഇല്ലാണ്ട് ക്ലീൻ ചെയ്യാനും കിണർ ക്ലീൻ ചെയ്യാനും ഒക്കെ പോയ സമയത്ത് ഇദ്ദേഹം കിണറ്റിലേക്ക് നോക്കുമ്പോൾ ആരോ ഒക്കെ കിണറ്റിൽ തന്നെ നോക്കുന്ന പോലെ തോന്നിയിട്ട് അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയെ എൻ്റെ കൂട്ടത്തിൽ ആരോ ഉണ്ട്, ആരോ ഇത് ചെയ്യുന്നുണ്ടെന്ന് ഇദ്ദേഹം അമ്മയോട് പറയുന്നു. അപ്പോൾ അമ്മയ്ക്കും ഫീലായെന്ന് പറയണം ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരോ ഉണ്ടെന്ന്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം തൂങ്ങി മരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിക്കുകയായിരുന്നു. ആ എനർജി ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നു, നമ്മളിൽ ഏത് ചിന്ത എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? പല ചിന്തകളും നമ്മൾ പ്രീ പ്ലാൻഡ് അല്ലേ. നാളെ ഇപ്പോൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം, ശനിയാഴ്ചയാണ്, അമ്പലത്തിൽ പോകണം, അല്ലേ ഞാൻ ശനിയാഴ്ചയാണ് ഉപ്പിടാത്ത ആഹാരം കഴിക്കും, അത് ഞാൻ ചിന്തിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചിന്തകളായിട്ട് വരും. ഈ ചിന്തകൾ പ്രവൃത്തികളായിട്ട് മാറ്റം വരും. അങ്ങനെ ചിലരെ കൊല്ലണമെന്നുള്ള, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഹൗസ് സർജനായിട്ടിരുന്ന ഒരു ഡോക്ടറെ പെട്ടെന്ന് അവിടെ ചെന്നിട്ട് ഒരു സംസ്കാര സമ്പന്ന അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ഒരു ആയുധം വെച്ച് കുത്തിക്കൊലപ്പെടുത്തി. പെട്ടെന്ന് തോന്നിയ തോന്നലാണ് അദ്ദേഹത്തിന്. ചിലപ്പോൾ അദ്ദേഹം മദ്യപിച്ചിരിക്കുക എന്ന് പറഞ്ഞ് മദ്യപിച്ച് എല്ലാവരും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കുത്തിക്കൊലപ്പെടുത്താറുണ്ടോ? ഇല്ല. പെട്ടെന്ന് ഇവരിൽ വരികയാണ്. പക്ഷെ ഇതിനെന്താണ് ശാസ്ത്രീയ വിശദീകരണം പറയാൻ പറ്റുകയില്ല നമുക്ക്. പക്ഷെ എന്തോ ഇവരൊരു വർക്ക്, ഇവർ പറയുന്ന ആ സമയത്ത് എൻ്റെ തോന്നൽ ഇങ്ങനെ വന്നു, എനിക്ക് ചെയ്തതിൽ എനിക്ക് പശ്ചാത്താപമുണ്ട്, ഇതുണ്ടെന്ന് പറയുന്നവർ. പക്ഷെ എന്തോ വർക്ക് ചെയ്യുന്നു. ഇത് പല ആൾക്കാർക്കും ഇത് സംഭവിക്കുന്നുണ്ട്. ഒരു തലമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചിന്തകൾ പോസിറ്റീവിലേക്ക് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും പോസിറ്റീവായിരിക്കണം. എല്ലാവർക്കും പോസിറ്റീവായ രീതിയിൽ നമ്മൾ ചിന്തകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടം വരെ ഈ എനർജിയിൽ നിന്ന് മാറാൻ പറ്റും. മനസ്സിലായി? ഈ എനർജി നമ്മളെ പിടിക്കാണ്ട് മാറ്റാൻ പറ്റും. കാര്യം നമ്മൾ ഏത് തലത്തിലേക്ക് നമ്മുടെ ചിന്തകൾ പോകുന്നു, ഏത് ആഗ്രഹങ്ങളിലേക്ക് ചിന്തകൾ പോകുന്നു, അതനുസരിച്ച് ഈ എനർജികൾ നമ്മളെ പിടിക്കും. മനസ്സിലായി? ഈ എനർജികൾ പിടിക്കുമ്പോൾ അത് ആക്ട് ചെയ്യും. ആ എനർജി നമ്മൾ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കും
അതിനുള്ള എന്തെങ്കിലും നിയോഗം ഉള്ള ആൾക്കും ഇത് വർക്ക് ചെയ്യാനും അതിനെ ഉപയോഗിക്കാനും പറ്റും. പക്ഷെ ഇതിനെ ഉപയോഗിക്കുന്ന സാത്വികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഇത് തിരിച്ചടിക്കും. ആ എനർജീസ് ഏത് സമയത്ത് റിയാക്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാധയെന്ന് പറയും, അല്ലാത്ത സമയത്ത് ഇത് ദേവതയെന്ന് പറയും. പ്രാർത്ഥന എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ളതാണ്. പ്രാർത്ഥന ചിലർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, അത് ചില സ്ഥലങ്ങളിൽ മാത്രം. ചിലർക്ക് എത്രത്തോളം പ്രാർത്ഥിച്ചാലും ഒരു കാര്യവും നടക്കത്തില്ല. എന്തുകൊണ്ടായിരിക്കാം പ്രാർത്ഥന ആളുകളിൽ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ അവരോട് ഇങ്ങനെ പെരുമാറുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദേവതയായിരിക്കാം, അവരുടെ ആ ചിന്താഗതികളായിരിക്കാം, എന്തുകൊണ്ടായിരിക്കും വ്യത്യസ്തമായി പോകുന്നത്? വ്യത്യസ്തമായി ശരിക്കും പ്രാർത്ഥിച്ചാൽ അതിന് ഫലം കിട്ടണം. എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ് ആണ് പറയുന്നത്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നത് എനിക്ക് തോന്നുന്നത് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടായിരിക്കാം ഫലം ലഭിക്കാത്തതെന്ന് തോന്നുന്നു കേട്ടോ. വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടായിരിക്കാം ഫലം ലഭിക്കാത്തത്. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, എങ്ങനെയാണ് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത്? അതൊരു പോയിന്റാണ്. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിൽ വരുന്ന എന്താ വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്കും പറ്റിയ, ഞാൻ ഇത്രയും ആധികാരികമായിട്ട് ഇത് പറയാൻ കാര്യം എന്നിലൂടെ തന്നെ പോയ അനുഭവങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് പണ്ടത്തെ നമ്മൾ പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ധ്യാനിച്ച് വരങ്ങൾ നേടിയ ആൾക്കാരെ കുറിച്ച് പറയും അല്ലേ. ഇപ്പോൾ രാവണൻ വരം നേടി, അജയ്യനാകണം, അത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വരം നേടി. ദേവന്മാർ കൊല്ലാൻ പാടില്ല എന്നാണ് രാവണൻ വരം നേടിയത്. അതുകൊണ്ടാണ് വിഷ്ണുവിന് ശ്രീരാമചന്ദ്രനായിട്ട് മനുഷ്യനായിട്ട് രൂപം എടുക്കേണ്ടി വന്നതെന്ന് പറയും. അതോടൊപ്പം കുംഭകർണൻ ഒരു വരം നേടിയത് അജയ്യനാകണമെന്നുള്ളതാണ്. ആരും എന്നെ തോൽപ്പിക്കരുതെന്നുള്ള ഇതില്ല. പക്ഷെ ആ സമയത്ത് എന്തോ അതിനൊരു വാക്കുണ്ട്, അത് സംസ്കൃത വാക്കാണ്, ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ആ ഒരു ചെറിയ അതിലെ വ്യത്യാസം വന്നപ്പോഴത്തേക്കും ഉറങ്ങുക എന്നുള്ള ഇതായിപ്പോയി അതിൻ്റെ അർത്ഥം. അതും ദൈവം അനുഗ്രഹം കൊടുത്തു. അപ്പോഴാണ് ഇദ്ദേഹം തുടർച്ചയായിട്ട് ഉറങ്ങിക്കിടക്കുമെന്നുള്ളത് ഇത് വന്നതും. പിന്നെ അത് 6 മാസം ഉണരുകയും 6 മാസം ഉറങ്ങുക എന്ന് പറഞ്ഞ കുംഭകർണൻ എന്ന് പറയുന്ന കഥാപാത്രം അതാണ്. അപ്പൊ കുംഭകർണൻ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവശ്യം കൃത്യമായിട്ട് പറയാൻ സാധിച്ചില്ല അല്ലെ. രാവണൻ അദ്ദേഹത്തിന്റെ ആവശ്യം പറഞ്ഞു, പക്ഷെ ദേവന്മാര് മാത്രമാണ് തന്നെക്കാളും മുകളിലെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ പിഴവ് അവിടെയാണ് സംഭവിച്ചത്. അതില് വിഭീഷണൻ എന്ന് പറയുന്ന ഇവരുടെ തന്നെ സഹോദരൻ വിഭീഷണൻ പറഞ്ഞത് എനിക്കെപ്പോഴും ഈശ്വരന്റെ ദാസനാക്കണം, എനിക്ക് ഈശ്വര വിശ്വാസിയാക്കണം, ദൈവത്തിന്റെ അനുഗ്രഹം എന്നിൽ എപ്പോഴും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ രീതിയിൽ അദ്ദേഹം പോയി. ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് വരം ഇത് ചെയ്ത് ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച ഒരാൾ പറഞ്ഞാൽ ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹിരണ്യകശിപുവിനെയാണ് നരസിംഹാവതാരത്തിൽ വന്നിട്ട് ഭഗവാൻ പ്രഹ്ലാദന്റെ അച്ഛൻ. അപ്പൊ ഹിരണ്യകശിപു ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറേയധികം ഈ ഓടുന്ന പട്ടിക്കൊരു മുമ്പേ എന്ന് പറഞ്ഞ പോലെ കുറേയധികം ആലോചിച്ച് കുറേ വരങ്ങൾ വാങ്ങിച്ച്. 1, എന്നെ കൊല്ലുന്നത് മനുഷ്യനാകരുത്. 2, മൃഗമാകരുത്. 3, ആയുധം കൊണ്ട് കൊല്ലരുത്. 4, കൈകൾ കൊണ്ട് കൊല്ലരുത്. 5, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്. ആകാശത്ത് വെച്ച് കൊല്ലരുത്. പാതാളത്തിൽ വെച്ച് കൊല്ലരുത്. പകല് കൊല്ലരുത്. രാത്രി കൊല്ലരുത്. മനുഷ്യൻ കൊല്ലരുത്. ദേവത കൊല്ലരുത്. അങ്ങനെ കുറേയധികം വരങ്ങൾ അദ്ദേഹം വാങ്ങിച്ചു. കുറേയധികം ഭക്ഷണം കൊടുത്തു കൊല്ലരുത്. അങ്ങനെ എന്തൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ടോ ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ഇവര് തപസ് ചെയ്തിട്ട് ഒരു ദേവതേനെ പ്രത്യക്ഷപ്പെടുത്തി ഇവര് വരം ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹിക്കണമെന്നുള്ളതാണ്. ഇതൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അപ്പൊ ഇദ്ദേഹം ഇത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവന്റെ സ്ഥാനം പിന്നെ ഇദ്ദേഹം ഏറ്റെടുത്തു എന്നുള്ളത്. അപ്പൊ ഈശ്വരായ നാരായണായ നമാന്ന് ജപിക്കണതിന് പകരം ഹിരണ്യാക്ഷായ നമ ഹിരണ്യകശിപുവേ നമാന്ന് നിങ്ങൾ ഇത് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തരും, നിങ്ങൾ എന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് അദ്ദേഹം വിജ്ഞാപനം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ ദൈവമായിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഋഷിമാരും എല്ലാവരും മാറി. പക്ഷെ അദ്ദേഹത്തിനുള്ള പണി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉദരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നാരദൻ ചെന്നിട്ട് നാരായണ എപ്പോഴും രാത്രി പോയിട്ട് ഈ അമ്മയോട് പറഞ്ഞിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ ദേവതയുണ്ട്, നാരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് ചെയ്ത് ഈ കുട്ടി നാരായണ എന്ന് പറഞ്ഞ് ജപിക്കാനായിട്ടുള്ള ഇത് തുടങ്ങി. കാര്യം വയറ്റിൽ കിടക്കുമ്പോൾ തന്നെയുള്ള അത് പഠിച്ചത് നാരായണയാണ്. ഇപ്പൊ നമ്മൾ പുതിയ ഇതിൽ ഇവിടെ വന്നിട്ട് കുറെ പേര് ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്യുന്ന ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്.
അതിൽ ഏറ്റവും അധികം അവർ പറയുന്നൊരു വിഷയം, കുറേയധികം ആൾക്കാർ വന്നിട്ടുണ്ട്, ചെറുപ്പകാലത്തിൽ ഇവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അല്ലെ, ഇത് അവർക്ക് ട്രോമയായിട്ട് വരാം. അച്ഛനമ്മമാരുടെ പെരുമാറ്റം, അല്ലെ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അച്ഛനമ്മമാര് സംസാരിച്ചത് ഇവർക്ക് കേട്ടി ട്രോമ. എനിക്ക് തോന്നുന്നത് രാഹുൽജി തന്നെയാണ് ആ ഇന്റർവ്യൂസ് എടുത്തിരിക്കുന്നത്. അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾ വളർന്നു വരുന്നതനുസരിച്ച് അവരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇന്നത്തെ ആധുനിക ശാസ്ത്രം അത് അംഗീകരിക്കുന്നുണ്ട്. സൂഡോ ആകട്ടെ എന്തു ആകട്ടെ അത് അംഗീകരിക്കുന്നുണ്ട്. ഇതേ സംഭവം തന്നെ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഈ ഇതിഹാസങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നാരായണ 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 എന്തു പോയി പഠിപ്പിച്ചാലും ഈ പ്രഹ്ലാദന് പറയാനുള്ളത് നാരായണ നാരായണ. ഈ ഗുരുക്കന്മാര് ഗുരുകുലത്തിൽ നിന്ന് വരുമ്പോൾ എന്ത് പഠിച്ചു? ഹിരണ്യാക്ഷായ എന്ന് പറയുമ്പോൾ ഇവൻ നാരായണ നാരായണയാണ് പറയുന്നത്. പിന്നെ ഇത് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഇവനെ ഹിരണ്യാക്ഷ എന്താ സാമന്താനം വേദം തണ്ണം എന്നുള്ള ആ പ്രക്രിയയിലൂടെ ഇവനെ ഞാനാണ് ഈശ്വരൻ എന്ന് പറയുന്ന തലത്തിലേക്ക് ഇവനെ മാറ്റുക എന്നുള്ള രീതിയിൽ പ്രാർത്ഥനാ സമ്പ്രദായത്തിൽ കൊണ്ടുവരാനും സ്വന്തം അച്ഛൻ ശ്രമിക്കുന്നു അല്ലെ. അത് വന്നിട്ട് ലാസ്റ്റ് നരസിംഹാവതാരം, ഈ പ്രഹ്ലാദനാണ് ശരി എന്ന് തെളിയിക്കാനായിട്ട് നരസിംഹാവതാരം വന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് പറയുന്നുണ്ട്.